വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പൊ മിനി ആന്റി ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമായിരിക്കും. നമുക്ക് ചോദിക്കാം, എന്താ സ്പെഷ്യൽ ഇന്ന്? ഇതെന്താന്നറിയോ? പച്ചക്ക. ആക്ച്വലി ഇച്ചിരി മഞ്ഞ കളറായി, കാരണം ഇന്നലെ ഞാൻ മേടിച്ചപ്പോൾ പച്ച കളറായിരുന്നു. അത് ഇന്നത്തേക്ക് ആയപ്പോഴത്തേക്ക് ചെറിയൊരു മഞ്ഞ കളർ വന്നതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത്തക്ക, അതിന്റെ പച്ചക്കായ നമ്മൾ പുഴുങ്ങി കഴിക്കുന്നത് എങ്ങനെയാണെന്ന്, ചമ്മന്തിയൊക്കെ കൂട്ടി. അതാണ്. അപ്പൊ ഇതിന് ഞാനിവിടെ ചെത്തി ഓൾറെഡി. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേക്കണം. അപ്പം കയ്യിൽ കറ പിടിക്കാതിരിക്കും. അതുപോലെ ഗ്ലൗസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ എണ്ണ തേച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കരിന്തൊലി നമ്മൾ ചെത്തിക്കളയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ കട്ടിയുള്ള ഭാഗം, ഈ തൊലി അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് ഇതിന്റെ അകത്തെ തൊലി മാത്രമേ നമ്മൾ, ചിലർക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്, അതിന്റെ തൊലി ഉൾപ്പെടെ കഴിക്കാൻ. എനിക്കും ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് ഈ പച്ചക്ക പുഴുങ്ങി കഴിക്കുക എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഒരുപാട് ഏത്തക്കൊലയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം വല്ലാതെ മിസ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പച്ചക്ക എപ്പോഴും എല്ലാ സമയത്തും കിട്ടുകയില്ല. അപ്പം ഇപ്പം കിട്ടിയപ്പം അത് ഞങ്ങൾ മേടിച്ചൊന്ന് എൻജോയ് ചെയ്യുകയാണ്. വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ഞങ്ങൾ നോക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെ തൊലി ഇങ്ങനെ ഒന്ന് ചെത്തി. അപ്പം ഇനി നമ്മളിതിനെ മുളകിൻ്റെ ചമ്മന്തിയാണ് ഉടയ്ക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ അതോടെ കാണിക്കാം. മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ഈ തൊലിയൊക്കെ ആയിട്ട് ഉൾപ്പെടെ കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് അതിനുശേഷം ഇത് 4ആയിട്ടൊന്ന് മുറിക്കുക. ഓക്കെ, ഈ രീതിയിൽ എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ചെറുത്തുമ്പോൾ ഞാൻ എൻ്റെ മമ്മിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. മമ്മിയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇത് നമ്മൾ നല്ലപോലെ കഴുകി, ഇനിയും നമ്മൾ കഴുകി പാത്രത്തിലെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ പാത്രമാണ്. കാരണം ഇതിൻ്റെ കറ, ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കറ ഇതിൻ്റെ സൈഡിൽ പിടിക്കും. അപ്പം നമ്മൾ ഒത്തിരി പുതിയ പാത്രമൊന്നും എടുത്ത് അത് നശിപ്പിക്കേണ്ട. അപ്പം അതുകൊണ്ട് ഒരു പഴയ പാത്രമാണ് എടുത്തത്. എന്നിട്ട് ഇതിനകത്തും ഇങ്ങനെ ഒരു എണ്ണ, ഈ ബക്കലെല്ലാം ഇവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം അധികം എണ്ണ പിടിക്കാതെ നമുക്കത് കിട്ടും. ഓക്കെ, ഇനി ഞാൻ അടുത്ത വെക്കുമ്പം കാണിക്കാം. നമ്മൾ ഇത് ഞാൻ 1-2 വട്ടം കഴുകി. ഇത് 3-ാം പ്രാവശ്യമാണ്. അപ്പം ഇത് കഴുകി നമ്മൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് കയ്യിൽ വെള്ളമൊന്നും തെറിക്കാതിടണം. തിളച്ച വെള്ളമാകുമ്പോൾ കയ്യിലൊന്നും തെറിക്കരുത്. അതുപോലെ നമ്മൾ ഈ ചെത്തുന്ന പിച്ചാത്തിയും ഒരല്പം എണ്ണയൊന്ന് തൂത്താൽ നല്ലതാണ്. പിച്ചാത്തിയിൽ അധികം കറ പിടിക്കാതിരിക്കും. അങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ ചെയ്തായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, പിന്നെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി വെള്ളം തിളച്ചതിനകത്തോട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയും തിളക്കിട്ട് ഒന്ന് അല്പം കൂടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിടും. ഉപ്പിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് കേട്ടോ. വേഗട്ടെ. തിളച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ടൊന്ന് ഉപ്പിട്ടു. ഓക്കെ, നമ്മളിത് അടച്ചു വെക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ചമ്മന്തിക്കുള്ള ഉള്ളി എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ചുമന്നുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് വഴറ്റി ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ കുറച്ച് ചുമന്നുള്ളി എടുത്തു. പിന്നെ നമ്മുടെ അലീനെ പൊട്ടിയാനുള്ള മുളക് റെഡിയാക്കുന്നുണ്ട്. വറ്റൽമുളക്. ഓക്കെ, ഇത് 4ആയിട്ടൊന്ന് കീറിയിട്ടാൽ വേഗം വഴന്നു പോകും. നമ്മളിത് വഴറ്റാനായിട്ട് പോവുകയാണ്. നമ്മൾ ഉള്ളിയും മുളകും കൂടെ വഴറ്റാനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോഴത്തേക്ക് ഈ മുളകും കൂടെ നമ്മൾ ചെറുത്തേക്ക് കൊടുക്കുന്നുണ്ട്.
ഇതിന് നമുക്ക് ആവശ്യമായ പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഇതിന് നമ്മളൊരു മിക്സിയിലാണ് നമ്മളിത് അടിക്കാൻ പോകുന്നത്. അപ്പം ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ ബ്ലേഡെ പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ അത് ഈ പുളിയായിട്ട് എടുത്താൽ കിട്ടാൻ മതി. ഇത് അല്പം ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ആറി അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. നമ്മുടെ ഉള്ളിയും മുളകും കൂടെ ഇവിടെ വഴഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആറാനായിട്ട് പെട്ടെന്ന് അരക്കരുത്, ചൂടാണ്. അപ്പം അതുകൊണ്ടൊന്ന് ആറിക്കോട്ടെ. ചൂടുപാത്രത്തിൽ നിന്നും നാലഞ്ച് ആ സമയത്ത് നമുക്കിത് വെന്തോ നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റാം. നമ്മുടെ വഴറ്റിയ സാധനം ഇവിടെ തണുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് പോകാം. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വാളംപുളി ഒരു ചെറിയ വലുപ്പത്തിലുള്ളത് ചൂടുവെള്ളത്തിലുണ്ടായിരുന്നു ഇട്ടിരുന്നതാണ്. ഓക്കെ, നമുക്കൊരു അല്പം ഉപ്പും കൂടെ ഇടാം. നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചമ്മന്തി അരച്ചത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് പിന്നെ കണ്ടോ ചമ്മന്തി എന്തൊക്കെയാണ് ഇതിനകത്ത്? മുളകും ചെറിയുള്ളി, പിന്നെ പുളി, പിന്നെ അതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ട്. ഓക്കെ, അപ്പം ഇതിനകത്തോട്ട് നമ്മളിനി വെളിച്ചെണ്ണ, അത് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ മുളകിൻ്റെ എരി നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മുളകിൻ്റെ കുത്തലങ്ങ് മാറിക്കും. അപ്പം ചേച്ചി നമുക്ക് വേണ്ടി ഏത്തക്ക, പച്ചേത്തക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ നല്ല അടിപൊളി ചമ്മന്തി. അതിന് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കി നമ്മൾ കണ്ടല്ലോ, നല്ല എല്ലാം വഴറ്റി. ഇപ്പം ഞാനൊക്കെയാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ ആ ചമ്മന്തിയാണ് നോക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് വഴറ്റിയതിൻ്റെ ഒക്കെ. അപ്പം ഈ പച്ച ഏത്തക്ക ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. അലീന ഇത് കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ? ഇല്ല, കാരണം ഞാൻ കൊടുക്കാറില്ല. എന്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ചേമ്പ്, കപ്പ, ചേന, ഈ സാധനങ്ങൾ. ഇവര് കഴിച്ചിട്ടില്ല. ഇതിങ്ങനെ ഈ ചമ്മന്തിക്കകത്തോട്ട് അങ്ങോട്ട് കൂട്ടി ഇതിന്റെ കൂടെ ഈ തൊലി കനം കുറച്ച് ചെത്തിയായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഈ ചെറിയ തൊലിയും. ഓക്കെ, അതിൽ ആ ചെറിയ ഈ ഏത്തക്കായുടെ തൊലിക്ക് ഭയങ്കര ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും അവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കുക ഇതുപോലെ. കാരണം അല്ലെങ്കിൽ ഒരു തലമുറ കഴിയുമ്പോഴത്തേനും ഇതെന്താണെന്ന് അവർക്ക് അറിയാൻ വയ്യാതായിരിക്കും. അപ്പം വളരെ അടിപൊളി ഒരു വിഭവം തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം വീണ്ടും ഞങ്ങളുടെ ഇതേപോലെയുള്ള അടുക്കള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുപോലെ തന്നെ നല്ല ട്രാവൽ ബ്ലോഗുകളെ എല്ലാം ഞങ്ങളുടെ ചാനലിലുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ ചെയ്യേണ്ടിയോ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബിന്റെ സൈഡിലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.
ഉം.